പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഓരോ പുതിയ ദിവസവും ഏറ്റവും മനോഹരമാണ്, ഏറ്റവും പുതിയതാണ്. ഒരു ദിവസവും നാം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിക്കണമെന്നും ദൈവമഹത്വം ദർശിക്കണമെന്നും നിലനിൽക്കുന്ന നിത്യരാജ്യത്തിൻ്റെ പ്രകാശനത്തിൽ നാം ഓരോ ദിവസവും നടക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആ, നമ്മളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന് പറഞ്ഞാൽ, ആ, വഴി അറിയാത്ത ഒരു അവസ്ഥ ആ വ്യക്തികൾക്ക് ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമ്മെ ഓരോ ദിവസവും വഴി നടത്തുമ്പോൾ അത് നമ്മെ നിലനിൽക്കുന്ന നിത്യസന്തോഷത്തിലേക്കും നിത്യജീവനിലേക്കും നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ മരണമില്ലാത്ത തേജസ്സുള്ള ശരീരത്തിൽ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരായി സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ഒരളവിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ നിത്യത നിത്യത മുഴുവൻ നിത്യ തേജസ്സിൽ മരണമില്ലാത്ത തേജസ്സുള്ള ശരീരം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് സത്യം. ഈ കാണുന്നതെല്ലാം തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. ഇതെല്ലാം മായയാണ്. എന്നാൽ ദൈവം നമുക്കായിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരുക്കിയിരിക്കുന്നു. ഇതെല്ലാം പാപത്തിൻ്റെ ശിക്ഷയായ ആ, മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. കാരണം സർവ്വ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. ആ, ഈ ഭൂമിയെല്ലാം തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. എന്നാൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, നിത്യ തേജസ്സിന് വേണ്ടിയിട്ടാണ്. ദൈവഹൃദയത്തിൽ ആഗ്രഹത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിലാണ് ജീവനുള്ളത്. ദൈവത്തിൻ്റെ ജീവനാണ് ദൈവം മനുഷ്യനിലേക്ക് പകർന്നിരുന്നത്. അത് നിത്യജീവനാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്താൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70, 80, 100 വയസ്സിലേക്ക് ചുരുങ്ങി. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് നിത്യതയ്ക്ക് വേണ്ടി ആയിരുന്നതുകൊണ്ടും ആ, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ തിരികെ നൽകുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അതുകൊണ്ടാണ് അവന് ദൈവത്തെ യേശു എന്ന് പേർ വിളിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചെഴുതി. യേശു എന്ന പേരിന് അർത്ഥം തന്നെ അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കും. അപ്പോൾ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് നമുക്ക് നിത്യജീവൻ നൽകി, നിത്യ തേജസ് നൽകി, നിത്യനായ ദൈവത്തോടു കൂടെ നമ്മെ നിത്യത മുഴുവൻ വസിക്കുന്ന ഒരളവിലേക്ക് ഒരുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി വിളിക്കുന്ന പേരാണ് യേശു. അതൊരു പേരല്ല, അതൊരു പ്രവൃത്തിയാണ്. മനുഷ്യരെ രക്ഷിക്കുന്ന, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന, നിത്യജീവൻ നൽകുന്ന, പുത്രിപുത്രന്മാരാക്കി തീർക്കുന്ന, നിത്യഭവനത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുന്ന ഒരളവിലേക്ക് അവനെ ഒരുക്കിയെടുക്കുന്ന ദൈവപ്രവൃത്തിയാണ് യേശു എന്ന് പറയുന്നത്. മാത്രമല്ല, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ജീവിത യാത്രയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി കേൾക്കുന്ന വ്യക്തികൾ കാണാം, അല്ലെങ്കിൽ ആ, പലതും ചിന്തിച്ച് ഇത് ആ, എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതാണെന്ന് ചിന്തിക്കുന്നവർ കാണും. എന്നാൽ പ്രിയമുള്ളവർ, ഇതിനൊരു സ്വാർത്ഥ താല്പര്യവുമില്ല. ഇത് ദൈവഹൃദയത്തിലെ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തി തന്നത് മനസ്സിലായതുകൊണ്ട് അത് മറ്റുള്ളവരും മനസ്സിലാക്കണമെന്നും അവരും ഈ തേജസ് നിത്യ തേജസ് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല. സാക്ഷാൽ ആയിരിക്കുന്ന പോലെ ദൈവവചനമായി കൈക്കൊള്ളാനും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഇത് വ്യാപരിക്കുവാനും ഇടയായിത്തീരുന്ന ഒരളവിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം കൈക്കൊള്ളാനും പാപങ്ങളിൽ വിട്ടുതിരിയുവാനും നിലനിൽക്കുന്ന നിത്യതയിലാക്കി ജീവിപ്പാനും നിത്യനായ ദൈവത്തോടു കൂടെ സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ആ തേജസ്സിൻ്റെ മക്കളായി ഒരുങ്ങുവാനൊക്കെ നമുക്ക് ദൈവം നൽകി തരുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 34 വാക്യം. അവിടെ കർത്താവ് പറയുന്നത്: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല ദൈവം തൻ്റെ മക്കളോട് പറയുന്നത്. അതൊരു കൽപ്പനയാണ്. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് അത് തൻ്റെ രാജ്യത്തിലെ പ്രജകളെല്ലാം അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അനുസരിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്.
രാജാവിനെ അനുസരിക്കാത്തവരെ, ആ, രാജാവിനെ എതിർക്കുന്നവരെ കൊന്നുകളഞ്ഞു എന്ന് ദൈവവചനത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അത് നമ്മൾ അനുസരിക്കണം. ദൈവരാജ്യത്തിൽ വന്ന ഓരോ ദൈവമക്കൾ അത് അനുസരിക്കണം. കാരണം ദൈവരാജ്യത്തിൻ്റെ രാജാവ് കർത്താവാണ്, യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ വചനമാണ് നാം കേൾക്കുന്നത്. ദൈവരാജ്യം ഇന്ന് നമ്മളിൽ ആണ് സ്ഥാപിതമായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവരാജ്യം ഇന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ രാജാവായവൻ, ദൈവരാജ്യത്തിൻ്റെ രാജാവായവൻ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ കൽപ്പനകളെ, തൻ്റെ വചനത്തെ നമ്മിലേക്ക് നൽകിക്കൊണ്ട് ഓരോരോ കൽപ്പനയുടെ അനുസരണത്തിൽ കൂടി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൽ ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരളവിൽ ഇന്ന് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതോ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ കൂടി പുതുതായി ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരോട് ദൈവം നൽകുന്ന ഒരു കൽപ്പനയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മൾ വെറുക്കുന്നവരെ സ്നേഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെട്ട് ആരെങ്കിലും അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നും പിന്നീട് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ വെറുത്ത് ആ ബന്ധങ്ങളെ തന്നെ അറുത്തു മാറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും വീണ്ടും ജനനത്തിൽ കൂടി ദൈവാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ദൈവകൽപ്പനയെ അനുസരിക്കുവാനായിട്ട് സഹായിക്കുന്നത്. അത്തരത്തിൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം പകരുന്ന അളവറ്റ കൃപയാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ദൈവം നൽകി പുതിയ കൽപ്പന അനുസരിക്കുവാൻ ആ വ്യക്തിയെ സഹായിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, കുറവുകളോട് സ്നേഹിക്കണം, നമ്മെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് സാധ്യമാകുന്നില്ല എങ്കിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ കൽപ്പന അനുസരിപ്പാനായിട്ട് എന്നെ സഹായിക്കുകയും അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരുകയും അതിനായി ദൈവാത്മാവിനാൽ തന്നെ നയിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കും. ദൈവം നൽകിയ കൽപ്പന പ്രമാണിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. തുടർന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു കൽപ്പന തരുന്നു. മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. നമ്മളിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടു വരണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് വെളിപ്പെട്ടു വരണമെങ്കിൽ നാം ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ അഗാപെ സ്നേഹം ആ വ്യക്തിയിൽ നിറയുകയും ആ സ്നേഹത്തിൻ്റെ നിറവ് തമ്മിൽ തമ്മിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. നമുക്ക് ദൈവകൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ ആ ദൈവകൽപ്പനയുടെ അനുസരണത്തിനായിട്ട് ഒരു വ്യക്തിയിലേക്ക് ജീവൻ നിറയപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവ സ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മൾ നിറയ്ക്കുകയും അഗാപെ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുകയും ആ സ്നേഹം നമ്മെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന ദൈവകൽപ്പനയെ കൃത്യമായി അനുസരിക്കുവാനും കൽപ്പനയുടെ അനുസരണത്തിലേക്ക് ഓരോ ദിവസവും നടപ്പാനും നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു അളവിലേക്ക് കയറി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്ന കൽപ്പനകൾ പ്രമാണിക്കും. കൽപ്പനകളെ പ്രമാണിക്കുവാനായിട്ട് അവനെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. അത്തരത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവന് നിറയുകയും ആ സ്നേഹം അവനെ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് ഓരോ ദിവസം നടത്തും. അങ്ങനെ ഓരോരോ കൽപ്പനയുടെ അനുസരണവും ആ വ്യക്തിയെ പുത്രനായ യേശുവിനെ പോലെ ആക്കിയെടുക്കും. പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ കർത്താവ് വേഗത്തിൽ വരും. കർത്താവ് നമ്മെ ചേർക്കും. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിത്യത മുഴുവൻ വസിക്കുന്ന ഒരളവിലേക്ക് നാം ആയിത്തീരും. അതുകൊണ്ട് ഈ ഒരളവിലേക്ക് ഒരുങ്ങുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ദൈവാത്മാവിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അതേ ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് വചനാനുസരണത്തിൽ കൂടി ദൈവിക സ്വരൂപത്തോട് അനുരൂപമായി തീരുവാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കുകയും
ആത്മാവിനെ അളവ് കൂടാതെ പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ഇരപ്പെടാതെ കാക്കണം. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കുവാനുള്ള ഹൃദയം നൽകണം. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേക ഭാര്യ ഭർത്തൃബന്ധം, മക്കളോടും അമ്മയപ്പന്മാരോടും സഹോദരങ്ങളോടുള്ള ബന്ധം ദൈവ രാജ്യത്തിനും ദൈവനീതിക്കും ദൈവ തേജസ്സിനും ഒത്തവണ്ണമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. ദുഷ്ടന്റെ ഇലപ്പെടാതെ കാക്കണം. ആവശ്യങ്ങളിൽ ദൈവകരം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.